നമസ്കാരം. പലർക്കും ടാക്സ് അല്ലെങ്കിൽ നികുതി അടയ്ക്കണമെന്ന് പറയുമ്പോൾ നെഞ്ചിടിപ്പ് കൂടാറുണ്ട്. ടാക്സ് എങ്ങനെ കുറയ്ക്കാമെന്ന് ചിന്തിച്ച് തലപുകയുന്നവരും ഉറക്കം നഷ്ടപ്പെടുന്നവരുമൊക്കെ നിരവധിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നികുതിയുടെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഭേദമാണെന്നാണ് പലരും പറയുന്നത്. പക്ഷെ നികുതിയുടെ കാര്യമല്ലേ, എപ്പോൾ വേണമെങ്കിലും ഇതിലൊക്കെ മാറ്റം രാജ്യങ്ങൾക്ക് കൊണ്ടുവരാമല്ലോ. കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി കോർപ്പറേറ്റ് നികുതി നിയമങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE ധനകാര്യ മന്ത്രാലയം. ഇതോടൊപ്പം പ്രവാസി നിക്ഷേപകർ നികുതിക്ക് വിധേയരാകുന്ന സാഹചര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 മുൻ ക്യാബിനറ്റിലെ 56ാം തീരുമാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ നിയമം. എന്തായാലും UAE നികുതിയുടെ കാര്യത്തിൽ പുതിയ നിയമത്തിലേക്കും നടപടികളിലേക്കുമെല്ലാം കടക്കുകയാണ്. പുതിയ നിയമപ്രകാരം രാജ്യത്ത് താമസിക്കുന്ന വിദേശ വ്യക്തിക്കോ കമ്പനിക്കോ ഒരു ക്വാളിഫയിങ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിലോ നിക്ഷേപമുണ്ടെങ്കിൽ അവർ നികുതിക്ക് വിധേയമായിരിക്കണമെന്നാണ് പുതിയ തീരുമാനത്തിൽ പറയുന്നത്. മുൻ നിയമപ്രകാരം രാജ്യത്ത് നിക്ഷേപം നടത്തിയിട്ടുള്ളവരിൽ നിന്ന് കോർപ്പറേറ്റ് നികുതി ഈടാക്കിയിരുന്നു. പുതിയ നിയമപ്രകാരം സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് 9 മാസം മുമ്പ് ക്വാളിഫയിങ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ 80% വിതരണം ചെയ്യപ്പെടണം. ഇത് വൈകുകയാണെങ്കിൽ നിശ്ചിത തീയതി മുതലുള്ള പലിശ ഈടാക്കുന്നതാണെന്നാണ് വിവരം. സുതാര്യവും മത്സരപരവുമായ നികുതി അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം വിദേശ നിക്ഷേപകർക്കുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുക എന്നതുകൂടിയാണ് ഈ തീരുമാനത്തിന്റെ ഉദ്ദേശമെന്നാണ് മന്ത്രാലയം പറയുന്നത്. ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുന്ന വലിയ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് 15% മിനിമം ടോപ്പ് അപ്പ് നികുതി നടപ്പിലാക്കുമെന്ന് UAE ഡിസംബറിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2018 5% മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ്, കഴിഞ്ഞ വർഷം 9% കോർപ്പറേറ്റ് നികുതിയും UAE നടപ്പാക്കിയിരുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ, ചില പാനീയങ്ങൾ എന്നിവയ്ക്ക് കനത്ത എക്സൈസ് നികുതിയും UAE ചുമത്തിയിട്ടുണ്ട്. ഇനി സൗദി അറേബ്യയിലേക്കാണ്. 15% സൗദി ഈടാക്കുന്ന മൂല്യവർദ്ധിത നികുതി. പരോക്ഷ നികുതി സമ്പ്രദായത്തിൽ നിന്ന് രാജ്യത്തിന് പ്രയോജനം ലഭിക്കുന്നുണ്ട്. വാറ്റ്, എണ്ണ, ടൂറിസം വരുമാനം എന്നിവയൊക്കെയാണ് അവയിൽ പ്രധാനമായും പറയുന്നത്. മാറുന്ന കാലവും എണ്ണവിലയിലെ ചാഞ്ചാട്ടവും വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് എണ്ണ ഒഴികെയുള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി GCC രാജ്യങ്ങളിൽ ഫലപ്രദമായ നികുതി സംവിധാനത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോർപ്പറേറ്റ് നികുതി, സക്കാത്ത്, എക്സൈസ് തീരുവ, മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാറ്റ്, കസ്റ്റംസ് തീരുവ തുടങ്ങിയ നികുതികൾ പല GCC രാജ്യങ്ങളിലും ഇതിനകം തന്നെ നിലവിലുണ്ട്. 2015 എണ്ണ, പെട്രോളിയം വിലകൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതോടെ ഭാവിയിലെ വളർച്ചയ്ക്കും വികസനത്തിനും ധനസഹായം നൽകുന്നതിനുമുള്ള ഉപകാരണങ്ങളിൽ ഒന്നായി GCC രാജ്യങ്ങൾ 2016 മൂല്യവർദ്ധിത നികുതി ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. എന്തായാലും നികുതിയുടെ കാര്യത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ ഈ രാജ്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈ നാട് മലയാളം.